എങ്ങനെ നമുക്ക് തിരിച്ചറിയാം നമുക്ക് പ്രമേഹം വരുമോ ഇല്ലയോ എന്നുള്ളത്? ഒന്നാമതായിട്ട് നമ്മുടെ പേരൻസിന് പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അച്ഛനോ അമ്മയ്ക്കോ പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹം വരാനുള്ള സാധ്യത 40%. അതേസമയം രണ്ടുപേർക്കും പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹം വരാനുള്ള സാധ്യത 80%. അങ്ങനെയുള്ളവർ പ്രമേഹം വരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും മാർഗങ്ങളും ജീവിതശൈലി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളതും വെയിറ്റ് ലോസിനും ഒക്കെ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ അമിതവണ്ണമാണ്. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഇല്ലെങ്കിൽ പോലും നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത കൂടും. അമിതവണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് BMI നോക്കാം. BMI 25-ൽ കൂടുതലാണെങ്കിൽ, വെയിറ്റ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്, അത് 25-ൽ കൂടുതലാണെങ്കിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ടൊരു ലക്ഷണമാണ് റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ. നമുക്ക് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഷുഗർ കുറയുന്ന അവസ്ഥ, ഭയങ്കര ക്രേവിങ്സ് വരുന്ന അവസ്ഥ. നമ്മൾ ഷുഗർ കാണാൻ നോക്കുവാണെങ്കിൽ 90-80 എന്നൊക്കെ പറഞ്ഞ് ഷുഗർ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രമേഹം വരത്തേയില്ല. അത് ശരിക്കും പറഞ്ഞാൽ പ്രമേഹം വരുന്നതിന് മുമ്പുള്ള ഒരു ലക്ഷണമാണ്. നാലാമതായിട്ട് നമ്മുടെ സ്കിന്നിൽ ചില ചേഞ്ചസ് കാണാം. നമ്മുടെ കഴുത്തിന് പുറകില്, നമ്മുടെ ഈ സൈഡിലായിട്ട്, നമ്മുടെ ആക്സില അവിടെ ഒക്കെ കറുപ്പ്, ഒരു തരം വെൽവെറ്റി കറുപ്പ്. നമ്മൾ എത്ര സോപ്പിട്ട് തേച്ചാലോ നമ്മുടെ സ്കിന്നിന്റെ ടോണിനെക്കാട്ടും കൂടി ഒരു ടോണിലുള്ള ഒരു വെൽവെറ്റി പിഗ്മെന്റേഷൻ വരും. അതിനെയാണ് അക്കന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ജീവിതശൈലി മാറ്റി നമുക്ക് പ്രമേഹത്തെ പിടിച്ചു നിർത്താം.